രാഹുൽ, ഈ CPM-ന് LDF-ന് അല്ലെങ്കിൽ LDF മുന്നണിക്ക് ചിലയിടങ്ങളിൽ ഇപ്പോഴും സ്ഥാനാർത്ഥികളായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ചിലയിടങ്ങൾ, ഇപ്പോൾ തളിപ്പറമ്പിലായിരുന്നാലും പയ്യന്നൂരായിരുന്നാലും ചിലയിടങ്ങളിൽ ആലപ്പുഴയിലും ഒക്കെ CPM-ൽ നിന്ന് വന്ന അസംതൃപ്തരെ അവർക്ക് കിട്ടി, അവർ സ്ഥാനാർത്ഥികളാക്കുന്നുണ്ട്. അതേ രാഷ്ട്രീയ തന്ത്രം തിരിച്ചു പ്രയോഗിക്കാനായി ഓടി നടക്കുകയാണ് ആരെങ്കിലും അസംതൃപ്തരുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. അങ്ങനെ ഒരു കഥ ഇപ്പൊ കേൾക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിപ്പോ വള്ളിക്കുന്നത്ത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പം വള്ളിക്കുന്നത്ത് റിയാസ് മുക്കോളിയെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി CPM കാലുപിടിച്ച് അപേക്ഷിച്ചു എന്നൊക്കെയാണ് കേൾക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും എനിക്ക് ആ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കോൺഗ്രസിലെ യുവാക്കളെ CPM നോക്കി വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ ശ്രദ്ധിക്കുന്നുണ്ട്. സാധാരണയായിട്ട് CPM-ൽ എടുത്തു പറയത്തക്ക യുവത്വമില്ല എന്നത് വലിയൊരു കഴിഞ്ഞ കുറെ നാളുകളായിട്ട് CPM-ൽ എടുത്തു പറയാൻ കഴിയുന്ന ഒരു ക്വാളിറ്റി ഉള്ള യുവാക്കളില്ല. ഇപ്പോൾ ഒരു യുവനിര എടുത്തു നോക്കി കഴിഞ്ഞാൽ കോൺഗ്രസിലാണ് ശക്തമായിട്ടൊരു യുവനിരയുള്ളത്. ഇപ്പോൾ ഷാഫി പറമ്പിലാണെങ്കിലും അബിൻ വർക്കി ആണെങ്കിലും അങ്ങനെ നിരവധി പേരുകൾ എടുത്തു പറയത്തക്ക വിധത്തിൽ കഴിഞ്ഞ 10 വർഷം കൂടുതലുണ്ട്. VT ബൽറാം ആണെങ്കിലും നിറയെ ആളുകൾ, അലോഷ്യസ് ആണെങ്കിലും നിറയെ ആളുകൾ, അതായത് മാധ്യമ ശ്രദ്ധ നേടിയിട്ടുള്ള, അതേപോലെ തന്നെ ശക്തമായി പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്ന, നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു യുവതലമുറ കോൺഗ്രസിലുണ്ട്. ഈ യുവതലമുറയെ കൃത്യമായിട്ട് LDF നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ LDF-നാണെങ്കിൽ അങ്ങനെ എടുത്തു പറയത്തക്ക വിധത്തിൽ ആരുമില്ലതാണ്. അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ വള്ളിക്കുന്നിൽ നമ്മൾ കണ്ടത് റിയാസ് മുക്കോളിയെ എങ്ങനെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ടാണ്. റിയാസ് മുക്കോളി പട്ടാമ്പിയിലോ കുറേ കാലങ്ങളായിട്ട് അവിടെ വർക്ക് ചെയ്ത് കൃത്യമായിട്ട് ആ മണ്ഡലം നോക്കി നിന്നിരുന്ന ഒരാളാണ്. നമുക്കറിയാം, ഒരാള് ശക്തമായിട്ടൊരു യൂത്ത് കോൺഗ്രസിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയിൽ ശക്തമായിട്ടൊരു നേതൃത്വം നയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് എല്ലാ നേതാക്കന്മാരും അതെ, സ്വാഭാവികമായിട്ട് ഗ്രൗണ്ട് ഉണ്ടാക്കും. ഭാവിയിൽ ഉപയോഗം വരികയാണെങ്കിൽ നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എല്ലാവരും നോട്ടമിടുന്ന ഒരു കാര്യമാണ്. അത് യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും ഒരു തട്ടകം വേണമല്ലോ. അതിനു വേണ്ടിയിട്ട് ഗ്രൗണ്ട് ഒരുക്കി വെക്കുന്നതാണ് സാധാരണ നമ്മൾ കാണുന്നത്. കോൺഗ്രസിന്റെ യുവ നേതാക്കന്മാരെ ചാക്കിട്ട് പിടിക്കാൻ LDF ശ്രമിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളെ പോലെയൊന്നും ലഭിക്കുന്നില്ല എന്നത് വലിയൊരു തോൽവിയാണ് CPM-നെ സംബന്ധിച്ച്. അതായത് എനിക്ക് തോന്നുന്നു ആദ്യം പറഞ്ഞതുപോലെ രണ്ടത്താണിയുമായി ബന്ധപ്പെട്ട വിഷയം, അത് തങ്ങളെ പോയി കണ്ടപ്പോൾ എല്ലാ വിഷയവും രണ്ടത്താണിക്ക് സീറ്റിലെന്ന് പറഞ്ഞ ഉടൻ തന്നെ രണ്ടത്താണി ചാടി വീണ് പിടിക്കാൻ, അതെ, രണ്ടത്താണിയെ പിടിക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ പോയി കണ്ടു, സംസാരിക്കുന്നു. അതേപോലെ തന്നെ റിയാസ് മുക്കോളിയെ വിളിച്ച് സംസാരിക്കുന്നു. നിങ്ങൾ വരൂ, ഞങ്ങൾ സീറ്റ് തരാം, നിങ്ങളെ വിജയിപ്പിക്കാം എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ. ഇപ്പോൾ മുസ്ലിം ലീഗിലാണെങ്കിലും മുസ്ലിം ലീഗിന്റെ തങ്ങൾ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. കഴിഞ്ഞ കാലങ്ങളെ പോലെ പൊതുജനങ്ങൾ പോലും സീറ്റ് തരാമെന്ന് പറഞ്ഞാൽ പോലും ചാടി വീഴാൻ ആരുമില്ല. നിന്റെ സീറ്റ് ഞങ്ങൾക്ക് വേണ്ട. അത് എന്തുകൊണ്ടാണെന്ന് അവർ സ്വയം ചിന്തിച്ചു. അതെ, CPM സ്വയം ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അവസാന നിമിഷം, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഇത്രയും ദിവസമായി എല്ലാ പാർട്ടിയും ഏകദേശം അവരുടെ സീറ്റുകളെല്ലാം പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിലും ഇപ്പോഴും ഉണ്ട് LDF-ന്, കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക്, കേരളം ഭരിക്കുന്ന ഒരു മുന്നണിക്ക് ഇപ്പോഴും സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയൊരു തോൽവിയില്ല. 4-5 സീറ്റിൽ ഇപ്പോഴും തെണ്ടി നടക്കുകയാണ്. സ്ഥാനാർത്ഥികളുണ്ടോ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിലാണ് വന്ന് ചോദിക്കുന്നത്. അസംതൃപ്തരുണ്ടോ അസംതൃപ്തർ, ആ രീതിയിലാണ് യഥാർത്ഥത്തില് ഇപ്പോ അല്ല തട്ടി വിളിക്കും. അസംതൃപ്തി ഉണ്ടോ സീറ്റ് തരാത്തതിന്? ഞങ്ങൾ സീറ്റ് തരാം, അങ്ങനെയാണ് ഇപ്പൊ അവര് പൊക്കോണ്ടിരിക്കുന്നത്. അല്ല, 4-5 സീറ്റില് പല ആളുകളെയും, പല കോൺഗ്രസിന്റെ ആളുകളെയും പോയി കാണുന്നു, സംസാരിക്കുന്നു, വരൂ. അപ്പോ CPM-നെ സംബന്ധിച്ച് അവർക്കൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തേണ്ടിയിരിക്കുന്നു. അല്ല, അത് അവർക്ക് അവരുടെ മുഖം നഷ്ടപ്പെട്ടെന്ന് അവർക്ക് ഇപ്പോഴും മനസ്സിലാവും. മുഖം നഷ്ടപ്പെട്ടെന്നല്ല, ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് G. സുധാകരനെ അവതരിപ്പിക്കുന്നു, കുഞ്ഞികൃഷ്ണനെ അവതരിപ്പിക്കുന്നു, TK ഗോവിന്ദനെ അവതരിപ്പിക്കുന്നു, അതേപോലെ തന്നെ PK ശശി അവതരിപ്പിക്കുന്നു. ഇതെല്ലാം CPM-ൽ നിന്ന് വന്ന ആളുകളാണ്. ഇവരെ സ്വതന്ത്രരായിട്ട് മത്സരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ട് ഇവർക്കൊരു ജനപിന്തുണയുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അല്ല, ഒരു തെരഞ്ഞെടുപ്പ് ഗോതയാകുമ്പോ അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ അത് പ്രയോഗിച്ചിട്ടുണ്ട്. CPM ആണ് പ്രയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ കാലഘട്ടത്തിൽ CPM-ന് ആളെ കിട്ടുന്നില്ല. കോൺഗ്രസിൽ നിന്ന് ആരും പോകുന്നില്ല, മുസ്ലിം ലീഗിൽ നിന്ന് ആരും പോകുന്നില്ല. ഇപ്പോ കഴിഞ്ഞ കാലത്തിലാണെങ്കിൽ ജലീലൊക്കെ അങ്ങനെ പോയ ആളുകളാണ്. വർഷങ്ങൾക്ക് മുമ്പ് പോയ ആളാണ്. സ്വാഭാവികമായിട്ട്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയൊരു പരിണിത ഫലം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോ സരിന്റെ അവസ്ഥ എന്തായി? അവസാന തെരഞ്ഞെടുപ്പിൽ പോയ ഒരാളാണ് സരിൻ. അനിൽകുമാർ എന്തായി? KP അനിൽകുമാർ. അതെ, എനിക്ക് തോന്നുന്നു ഈ ട്രോളന്മാരൊക്കെ പുതിയൊരു സാധനം ഇറക്കേണ്ടിയിരിക്കുന്നു. അതായത് വേറൊരു യൂണിവേഴ്സിൽ അതായത് ഇവിടുന്ന് പോയിട്ടുള്ള ആളുകളുണ്ടല്ലോ,
അവരൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ വേറൊരു ലോകത്ത് ഇവരിപ്പോ ചെയ്യുന്ന പണികൾ കാണിച്ചു കൊടുക്കണം. ചിലപ്പോ സൂക്ഷ്മദർശിനി വെച്ച് മറ്റേ മൂലധനം വായിച്ചോണ്ടിരിക്കും. അതെ, അത് മാത്രമല്ല ഇപ്പൊ ഓരോരുത്തർക്കും അവതരിപ്പിക്കാൻ ഓരോ ക്യാരക്ടർ ഉണ്ടല്ലോ. അവര് പോയിട്ടുള്ള രീതികളൊക്കെ ആണെങ്കിൽ പോലും ഇപ്പൊ എനിക്കറിയാം KPCC ഓഫീസറിന്റെ ഫ്രണ്ടില് മൊട്ടയടിക്കുന്ന ലതിക സുഭാഷ് ഒക്കെ വേണമെങ്കിൽ ഇപ്പോ ആ രീതിയിലൊക്കെ അവതരിപ്പിക്കാൻ രസകരമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും എത്രയോ ആളുകളാണ് പോയത്. അവരൊക്കെ ഇന്ന് എവിടെ നിൽക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ അതിനവർക്ക് മറുപടി ഉണ്ട്. അവർക്ക് കോടികൾ, പ്രശാന്തിനൊക്കെ കോടികൾ സമ്പാദിക്കാൻ വകുപ്പുണ്ടായി കൊടുത്തില്ലേ? PS പ്രശാന്തിന്, ഇപ്പൊ അനിൽകുമാറിന് ഏതോ ഒരു ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം കൊടുത്തു. അതൊക്കെ പറയാൻ അവർക്ക് വകുപ്പുകളുണ്ട് കേട്ടോ. അല്ല, അത് ഭരണം ഉണ്ടായതുകൊണ്ട് അവർക്ക് കിട്ടിയത് പറയുന്ന രീതിയിൽ സരിന് ലക്ഷങ്ങൾ ശമ്പളമാണ് വാങ്ങുന്നത്. 2 ലക്ഷമോ 2.25 ലക്ഷം രൂപ ശമ്പളമുള്ള ഒരു പോസ്റ്റിലാണ് സരിനെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അടുത്ത പാർട്ടി മാറി വന്നാൽ എന്ത് ചെയ്യും? അല്ലെ, പാർട്ടി മാറി വന്നു കഴിഞ്ഞാൽ അടുത്ത വേറൊരു പാർട്ടി കൊടുക്കും. AK ബാലനുണ്ട്, ഗോവിന്ദനുണ്ട്, അങ്ങനെയുള്ളവർക്ക് ഭയങ്കര വിലയാ. ഇന്നലെ വരെ പെയിന്റ് അടിച്ചും പോസ്റ്റർ ഒട്ടിച്ചും നടന്നവർക്കൊന്നും വിലയൊന്നുമില്ല. അല്ല, സ്വാഭാവികമായിട്ടും ഇനി പാർട്ടി മാറി വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം പിച്ചച്ചട്ടി എടുക്കേണ്ട അവസ്ഥയിലേക്ക് സംഗതി അറിയോ? CPM എന്ന് പറയുന്ന പാർട്ടി പിന്നെ ചെറിയാമ്പലിപ്പിനെ ഇത്രയും നാളും ചുമന്നില്ലേ? ചെറിയാമ്പലിപ്പിനെ ചുമന്നു, ഹംസയെ അവർ ചുമന്നു, ലോനപ്പെന്നപാടെ മരിക്കുന്നവരെ ചുമന്നു. അത് അവർക്ക് പ്രത്യേക പ്രിവിലേജ് ഉണ്ട് രാഹുലെ. ആ പ്രിവിലേജ് പാർട്ടിയിലെ അംഗങ്ങൾക്ക് ആർക്കും കിട്ടാത്ത പ്രിവിലേജാ. അത് അവർ കൊടുക്കും. അതുകൊണ്ട് സരിനൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, സരിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു CPM-ന് ഒരു അസറ്റായിട്ട് കൊണ്ടുനടക്കാമെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ ഒരു ഉപയോഗം നോക്കിക്കഴിഞ്ഞാൽ CPM-ന് വേണ്ടി മരിച്ചു കിടന്ന് പണിയെടുക്കുകയാണ്. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കുക. അല്ല, അതിന്റെ പകുതി പണി കോൺഗ്രസിൽ നിന്ന് എടുത്തായിരുന്നെങ്കിൽ ഇന്ന് ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ കൂട്ടത്തിൽ കാണേണ്ട ഒരു പേരായിരുന്നു. അതായത് ഇതിന്റെ പകുതി പണി ഇപ്പൊ CPM-ന് വേണ്ടി എടുക്കുന്നതിന്റെ പകുതി പണി അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ എടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോ ഈ ഒരു പട്ടികയിൽ ഏകദേശം സരിന്റെ പേരുണ്ടായേനെ എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാരണം അദ്ദേഹം പെട്ടെന്നാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ അസഹിഷ്ണുത കാരണം സഹിക്കാൻ കഴിയാത്ത അവസ്ഥയായിപ്പോയി. ഇത്രയും കാലം ഞാനാകുന്ന എല്ലാരും പറഞ്ഞിട്ട് അവിടെയാണ് ഒരു ജനാധിപത്യം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് അദ്ദേഹം മനസ്സിലാകേണ്ടത്. ഒരു പാർട്ടി ആണെങ്കിൽ പോലും ഒരു പാർട്ടിക്ക് അവസാനത്തെ വാക്കുണ്ട്. ആ വാക്കിൽ എത്തുമ്പോൾ അങ്ങനെയാണെങ്കിൽ VK ശ്രീകണ്ഠൻ പ്രതികരിക്കേണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഇന്ന് പാലക്കാട് നോക്കിക്കഴിഞ്ഞാൽ പിഷാരൻ മത്സരിക്കാൻ വരുമ്പോ പിഷാരയുടെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത് 2 MP-മാരാണ്. VK ശ്രീകണ്ഠനും നമ്മുടെ ഷാഫിയും. ഒരു ജനാധിപത്യ പ്രക്രിയയില് VK ശ്രീകണ്ഠൻ എത്ര തവണ തോറ്റ ആളെന്ന് അറിയാം. എന്നിട്ട് അദ്ദേഹം ഇത്തവണ വളരെ നല്ല ഭൂരിപക്ഷത്തിലല്ലേ ജയിച്ചത്. അദ്ദേഹം പാർട്ടിയിൽ ആരാ? അതെ, തീർച്ചയായിട്ടും. അപ്പോ പാർട്ടിയിൽ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇന്നും അവസരം കിട്ടാത്ത എത്രയോ മനുഷ്യരുണ്ടെന്ന് അറിയാമോ? പാർട്ടി ഒരു സ്ട്രാറ്റജി ഒന്നും മാറ്റിയിരുന്നെങ്കിൽ ജീവിതം രക്ഷപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് രാഷ്ട്രീയമാണ്. ഓരോ സമയത്തും വ്യക്തമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ ഇത് തന്നെയാണ് ഇവരൊക്കെ പോകാൻ കാരണം. അല്ല, വ്യക്തി സ്വാതന്ത്ര്യം മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അതിനപ്പുറത്തേക്ക് ചില സ്ട്രാറ്റജികൾ ഭരിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ടൊരു ഒരു ഐഡിയോളജി കാണും. ആ രീതിക്കായിരിക്കും തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പോയാൽ വിജയിക്കാം. ഒരു കാര്യം എടുത്തു പറയണം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ എൽദോസ് കുന്നപ്പള്ളിക്കൊന്നും സീറ്റ് കിട്ടിയില്ല. അത് പലർക്കും ഇപ്പൊ നമ്മുടെ വാഴയ്ക്കിന് സീറ്റ് കിട്ടിയില്ല. ഇവർക്കൊക്കെ സംഘടനയിൽ ഒരു സ്ഥാനമുണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയാൻ ഇനി വേറെ ഇവർക്കൊന്നും വേണ്ടല്ലോ. ഇല്ല, സ്വാഭാവികമായിട്ട് ഇപ്പോ അങ്ങനെ എനിക്കൊന്ന് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് കൃത്യമായിട്ട് അനാലിസിസ് ചെയ്തിട്ടാണ് ഓരോ സ്ഥാനാർത്ഥികളും നിശ്ചയിച്ചിട്ടുള്ളത്. ഇത്തവണ വളരെ ഒരു സാഹചര്യം കൊണ്ട് ഇവർക്ക് തോറ്റു പോയേക്കാം എന്ന് ചാൻസ് ഉള്ള, അല്ലെങ്കിൽ ചെറിയൊരു ജനവികാരമെങ്കിലും എതിരെയുള്ള ആളുകളെ കൃത്യമായിട്ട് അവർ പ്ലേസ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റുള്ള ആളുകളെ നിർത്തിയിട്ടുണ്ട്. അത് കോൺഗ്രസിന്റെ ഒരു മെറിറ്റ് ആയിട്ട് ഞാൻ കാണുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അനാവശ്യമായിട്ടുള്ള ഒരു ഫോർ പ്ലേയും അവർ കളിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കോൺഗ്രസ് പോയിട്ടില്ല. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് വരുന്നൊരു സാഹചര്യത്തിൽ ആളെ പിടിക്കാനായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും 4-5 സീറ്റും കൂടെ ഫില്ല് ചെയ്യണം. എന്താണെങ്കിലും എവിടുന്നെങ്കിലും ഒക്കെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമായിട്ട് CPM വരും തോൽക്കാൻ വേണ്ടി.